നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പോർഷനായിട്ട് കിടക്കുന്നുണ്ട് അഗ്രികൾച്ചറൽ ഇൻകം. നമുക്ക് എന്താ നോക്കാം. അഗ്രികൾച്ചറൽ ഇൻകം, എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ അഗ്രികൾച്ചർ ഇൻകം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സെക്ഷൻ 10 പ്രകാരം അഗ്രികൾച്ചർ ഇൻകം ഒരു എക്സംപ്റ്റഡ് ഇൻകം ആണ്. അതായത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെൻറ്റ്, വാടക, അല്ലെങ്കിൽ എന്തെങ്കിലും റവന്യൂ, വരുമാനം, അതിനെയാണ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുക. അതായത് ഇന്ത്യയിലുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻകം നമ്മൾ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകം ആണ്. ആ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റി. അത് അഗ്രികൾച്ചറിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും അഗ്രികൾച്ചറിനെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം എന്താണ്, എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, ഓക്കെ, വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. മനസ്സിലായില്ല? അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി, അഗ്രികൾച്ചറൽ പരമായിട്ട്, കാർഷികപരമായിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകം ആണ്, അത് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, ഇനി അഗ്രികൾച്ചർ ഇൻകം തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഫുള്ളി ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, പാർട്ട്ലി ഉണ്ട്. നമുക്ക് ആദ്യം പാർട്ട്ലി പറയാം. പാർട്ട്ലിയുടെ പ്രോബ്ലമാണ് നമുക്കുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് പാർട്ട്ലിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ചിലപ്പോൾ ചോദിക്കാം. തിയറി, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. ഒന്ന് റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്, ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഓർ റവന്യൂ. ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ, അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഇൻകം ഫ്രം മേക്കിംഗ് ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ മാർക്കറ്റ്, മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്, ഉണ്ടാക്കിയ സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റ് കിട്ടുന്ന ഇൻകം. ഇൻകം ഫ്രം ഫാം ഹൗസ്, ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഇതെല്ലാം അഗ്രികൾച്ചർ ഇൻകം ആണ് കേട്ടോ. ഇൻകം ഫ്രം സാപ്ലിങ്സ്, ഇതെല്ലാം അഗ്രികൾച്ചർ ഇൻകം ആണ്. ഇനി അടുത്തതാണ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം. എന്താ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ? പാർട്ട്ലി എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട്, അത്രയേ ഉള്ളൂ. അതായത് ഫുള്ളാവാം അല്ലെങ്കിൽ ഭാഗികമായിട്ട്, എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലേ. അതായത് മൊത്തം ഇൻകത്തിൽ ഇപ്പോൾ ഒരു 10,000 അഗ്രികൾച്ചർ ഇൻകം കിട്ടിയാൽ ആ ഫുൾ എമൗണ്ട് നമ്മൾ ഒരിക്കലും അഗ്രികൾച്ചർ ഇൻകം ആയിട്ടല്ല കാണിക്കാമെന്ന് മനസ്സിലായത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ടീ ബിസിനസ് കേട്ടോ നിങ്ങൾ. ടീ ബിസിനസ്, ടീ ഇല്ലേ, ടീ ഫാക്ടറീസ് ഒക്കെ ഇല്ലേ, തേയില, ഓക്കെ, ചായല. അപ്പോൾ ഈ തേയില ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, വരുമാനം, പ്രോഫിറ്റ്, അതിൽ നമ്മൾ 40% നമ്മൾ എന്തായിട്ട് കണക്കാക്കുള്ളൂ, ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കുള്ളൂ. അതിൽ 60% അഗ്രികൾച്ചർ ഇൻകം. ഒരു 10,000 രൂപ നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ടീ ഫാക്ടറിയിൽ നമുക്കൊരു 10,000 രൂപ കിട്ടിയാൽ അതിൽ 6,000 രൂപയാണ് അഗ്രികൾച്ചർ ഇൻകം ഉള്ളൂ. 6,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ 4,000 രൂപ എന്തായിട്ട് കണക്കാക്കുക, ബിസിനസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ഇത് പഠിച്ചോ. എ ബി എന്ന് പഠിക്കുക. എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം, ബി ഫോർ ബിസിനസ് ഇൻകം. എത്ര ശതമാനം? ടീ ബിസിനസ് ആണെങ്കിൽ എത്ര ശതമാനം? 60% അഗ്രികൾച്ചർ ഇൻകം, 40% ബിസിനസ് ഇൻകം ആണ്. അടുത്താണ് സെൻട്രിഫ്യൂജ് ലേറ്റക്സ്. അതായത് റബ്ബർ ബിസിനസ് ഇല്ലേ, റബ്ബർ ബിസിനസ്സിൽ എത്ര ഇൻകം കിട്ടിയാലും 65% അഗ്രികൾച്ചർ ഇൻകം, 35% ബിസിനസ് ഇൻകം ആണ്. സെറ്റല്ലേ? അപ്പോൾ സെൻട്രിഫ്യൂജ് ലേറ്റക്സ് അഥവാ റബ്ബറിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൽ 65% അഗ്രികൾച്ചർ ഇൻകവും, എത്ര പെർസെൻറ്റേജ് ബിസിനസ് ഇൻകം? 35. ഇനി കോഫി ബിസിനസ് ആണെങ്കിലോ 75-25 ആണ് കേട്ടോ. എ ഫോർ അഗ്രികൾച്ചർ ഇൻകം ആണ് കേട്ടോ. അപ്പോൾ കോഫി ബിസിനസ്സിൽ 75% അഗ്രികൾച്ചർ ഇൻകവും, 25% ബിസിനസ്. എപ്പോഴും ബിസിനസ് ഇൻകം കുറവായിരിക്കും, കൂടുതൽ പെർസെൻറ്റേജ് അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ഏതൊക്കെയാണ്? ടീ ബിസിനസ് പഠിക്കുക, റബ്ബർ പഠിക്കുക, കോഫി പഠിക്കുക. ടീയിൽ എത്രയാ? 60-40. അല്ല, റബ്ബറിൽ 65-35, കോഫിയിൽ 75-25. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെസ്റ്റേൺ പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ കൾട്ടിവേറ്റിംഗ് റബ്ബർ ആൻഡ് മാനുഫാക്ചറിങ് റബ്ബർ പ്രൊഡക്റ്റ് ഫ്രം ലാറ്റക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൺ ഫാം. അപ്പോൾ അവരുടെ സ്വന്തം ഫാമിൽ റബ്ബർ പ്രൊഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ ദ കമ്പനി ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് ₹14 lakh. അപ്പോൾ റബ്ബർ ബിസിനസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റേൺ പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ്. അവർ പ്രീവിയസ് ഇയറിൽ എത്ര രൂപ ലാഭം ഉണ്ടാക്കി? 14 lakh. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയത്? 14 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി. ഹൗ മച്ച് ഈസ് അഗ്രികൾച്ചർ ഇൻകം ആൻഡ് ഹൗ മച്ച് ഈസ് ബിസിനസ് ഇൻകം? ഈ 14 ലക്ഷം രൂപയിൽ എത്രയാണ് അഗ്രികൾച്ചർ ഇൻകം, എത്രയാണ് ബിസിനസ് ഇൻകം? നമ്മുടെ ലാറ്റക്സ് പറഞ്ഞ റബ്ബർ ബിസിനസ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് അഗ്രികൾച്ചർ ഇൻകം?
65% അഗ്രികൾച്ചർ ഇൻകം ആണ് അല്ലേ. അപ്പോൾ 14 ലക്ഷം ഇൻറ്റു 65/100 9,10,000 ദാറ്റ് ഈസ് അഗ്രികൾച്ചർ ഇൻകം. ബാക്കി 4,90,000 ആണ് ബിസിനസ് ഇൻകം. സെറ്റ് അല്ലേ? യെസ്. ഇതൊന്നും അങ്ങനെ എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുള്ളതാണ്. എക്സാമിന് വന്നിട്ടില്ല, വേറൊരു ടൈപ്പ് ഈ ഒരു മോഡലിൽ വരാറുണ്ട്. ജസ്റ്റ് നോക്കി വയ്ക്കുക. മിസ്റ്റർ ഫെർണാണ്ടസ് ഹാസ് ആൻ എസ്റ്റേറ്റ് ഇൻ കോട്ടയം. മിസ്റ്റർ ഫെർണാണ്ടസിന് കോട്ടയത്തിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഹി ഡെറൈവ് ദ ഫോളോയിങ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഫെർണാണ്ടസിന് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻകംസ് നമുക്ക് തന്നിട്ടുണ്ട്. കൾട്ടിവേഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് കോഫി എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകമാണ് 3.5 ലക്ഷം രൂപ. റബ്ബർ ബിസിനസ്സിൽ നിന്ന് കിട്ടിയതാണ് 5 ലക്ഷം രൂപ. ടീ ബിസിനസ്സിൽ നിന്ന് കിട്ടിയതാണ് 7 ലക്ഷം രൂപ. സെയിൽ ഓഫ് പ്ലാന്റ് ഇൻ നഴ്സറിയിലെ പ്ലാന്റ് വിറ്റ് കിട്ടിയതാണ് 2 ലക്ഷം രൂപ. ഓക്കെ, കമ്പ്യൂട്ട് ഹിസ് ബിസിനസ് ഇൻകം. അദ്ദേഹത്തിൻ്റെ അഗ്രികൾച്ചർ ഇൻകം കാണാനല്ല പറഞ്ഞേക്കണേ, പിന്നെ എന്ത് കാണാനാണ് പറഞ്ഞേക്കണേ? ബിസിനസ്. അപ്പൊ കോഫി ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ്? 75-25 അല്ലേ. ആ 75 അഗ്രികൾച്ചറും 25 ബിസിനസ്സും ആണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ബിസിനസ് അല്ലേ വേണ്ടത്. അപ്പൊ 3.5 3.5 ലക്ഷം രൂപയുടെ 25% കണ്ടുപിടിക്കുക. അപ്പൊ 87,500 കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി റബ്ബർ ആണെങ്കിലോ 65 അഗ്രികൾച്ചറും ബാക്കി 35 ആണ് ബിസിനസ് ഇൻകം. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 35% 1,70,75,000. ഇനി ടീ ആണെങ്കിലോ 60-40 അല്ലേ. 60 അഗ്രികൾച്ചർ ഇൻകം 40% ബിസിനസ് ഇൻകമാണ്. നമുക്ക് ബിസിനസ് അല്ലേ വേണ്ടത്. അപ്പോൾ 7 ലക്ഷം രൂപയുടെ 40% ചെയ്യുക. അപ്പോൾ 2,80,000. ഇനി നഴ്സറിയിലെ പ്ലാന്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ടും അഗ്രികൾച്ചർ ഇൻകമാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ബിസിനസ്സിൽ പെടില്ല. ഇനിയിപ്പോൾ ഇത് അഗ്രികൾച്ചർ ഇൻകം ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഈ 2 ലക്ഷം ഫുള്ളായിട്ടും എടുക്കാമായിരുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റിന് പകരം അഗ്രികൾച്ചർ ഇൻകം ആയിരുന്നെങ്കിലോ ലാസ്റ്റ് 2 ലക്ഷം ഫുൾ എടുക്കണ്ടേ? എടുക്കണം. യെസ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ബിസിനസ് ആയതുകൊണ്ട് അത് നമ്മൾ എടുക്കില്ല. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോണ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2019 എന്തോ വന്ന ക്വസ്റ്റ്യനാണ്. 19-20 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. സിമ്പിളാണ്. അന്ന് ആദ്യമായിട്ട് വന്ന കാരണം കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് അഗ്രികൾച്ചർ ഇൻകം ഫ്രം കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുന്നതുമായ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ ഇൻകം പറഞ്ഞേക്കണേ. സെയിൽ പ്രൊസീഡ്, ആ ഉണ്ടാക്കിയ സാധനം വിറ്റ് കിട്ടിയ പൈസ എത്രയാണ്? 3,20,000. അപ്പോൾ ഈ വിൽക്കുന്ന സമയത്ത് തന്നെ മുമ്പായിട്ട് ഈ ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇൻകം കാണാൻ പറഞ്ഞ എക്സ്പെൻസ് എന്താ ചെയ്യുക? നമ്മൾ മൈനസ് 3,20,000 ലേബർ ചാർജസ് 12,000 കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് സീഡ്സ് 86,000 കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് ഫെർട്ടിലൈസർ 25,600 കുറയ്ക്കുക. ഡിപ്രീസിയേഷൻ ഉണ്ട് 4,000 കുറയ്ക്കുക. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചാർജ് 16,200 കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് 3,20,000 ഇതൊക്കെ ഒന്ന് കുറച്ച് നോക്കട്ടെ. ഈ പറയുന്ന എക്സ്പെൻസുകളൊക്കെ ഒന്ന് കുറച്ച് എത്ര കിട്ടും ആൻസർ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? എത്ര കിട്ടിയത്? 1 lakh ഇല്ലേ? 1,76,200. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കളെ പേടിക്കരുത്. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം കിട്ടുന്ന ഇൻകം, സാധനം വിറ്റ് കിട്ടിയ പൈസ, അത് നമുക്ക് ചിലവായി പൈസ ഒക്കെ കുറയ്ക്കുക. അതായിരിക്കും അഗ്രികൾച്ചർ ഇൻകം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അസസ്മെൻറ്റ് ഓർ ടാക്സ് ലയബിലിറ്റി ചിലപ്പോൾ 2 മാർക്കിന് എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അസസ്മെൻറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ഒരാളുടെ മൊത്തം വരുമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അസസ്മെൻറ്റ്. ഓക്കെ, എന്താണ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ഓക്കെ അല്ലേ? ഒരു വ്യക്തിയുടെ മൊത്തം വരുമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തിട്ട്? അസസ്മെൻറ്റ്. യെസ്. വാട്ട് ഈസ് ടാക്സ് ലയബിലിറ്റി? എന്താ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? അതും ചോദിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം പഠിക്കാനുള്ളത് അടുത്ത സെമ്മിലാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് തിയറി പഠിച്ചു വയ്ക്കുക. ടാക്സ് ലയബിലിറ്റി ഈസ് എ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ ടു ദ ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് സ്ലാബ്. അതായത് ഒരാളുടെ മൊത്തം വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനം അയാൾ ഏത് സ്ലാബിലാണോ പെടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ എത്ര രൂപ ടാക്സ് അടയ്ക്കണം, ഗവൺമെൻറ്റിലോട്ട് എത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുക. ക്ലിയർ ആയോ?
ഒരാളുടെ വരുമാനം ഇപ്പോൾ 20 ലക്ഷം ആണെങ്കിൽ ആ 20 ലക്ഷം അയാൾ ഏതൊക്കെ സ്ലാബിൽ പെടും, അതിൽ എത്ര രൂപയ്ക്കൊക്കെ ടാക്സ് അടയ്ക്കണം ഗവൺമെൻറ്റിലോട്ട് എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ അതിനെയാണ് ആ ടേമിനെയാണ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുക. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ ഇത്രയും ടോപ്പിക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ അത്?